വിയറ്റ്നാമിൽ നിന്ന് ഇന്ത്യൻ വിപണി തേടിയെത്തിയ കാർ നിർമ്മാതാവായ വിൻഫാസ്റ്റ് മികച്ച രീതിയിൽ സ്വീകാര്യത നേടുകയാണ്. ആദ്യ ബാച്ചിലെ വാഹനങ്ങൾക്ക് ഉപഭോക്താക്കളെ നേടിയതോടെ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ വിൻഫാസ്റ്റ് ഇന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാൻ പുതിയ കാറുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. തമിഴ്നാട്ടിലെ തങ്ങളുടെ പ്ലാന്റിൽ അസംബിൾ ചെയ്യുന്ന VF6, VF5 ഇലക്ട്രിക് SUV-കൾ വിപണിയിൽ നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. ഇതേ തുടർന്നാണ് ലിമോ ഗ്രീൻ, 7 സീറ്റർ MPV, VF3 മൈക്രോ SUV എന്നിവയ്ക്കൊപ്പം സബ് 4 മീറ്റർ വിഭാഗത്തിലെ VF5, VF ക്രോസ് ഓവർ എന്നീ 3 പുതിയ EV മോഡലുകളുമായി എത്തുന്നത്. 2026 ഏപ്രിലിൽ പുറത്തിറങ്ങാൻ സാധ്യതയുള്ള ലിമോ ഗ്രീൻ ഒരു 3 റോ MPV ആയിരിക്കും. കിയ ക്ലാരൻസ് ക്ലാവിസ് EV, BYD ഇമാക്സ് 7 എന്നിവയുമായി മത്സരത്തിന് തയ്യാറായിട്ടാണ് ഈ മോഡൽ എത്തുന്നത്. തമിഴ്നാട്ടിലെ വിൻഫാസ്റ്റ് പ്ലാന്റിൽ തന്നെയാണ് ഈ മോഡൽ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നത്. 10.1 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സംവിധാനം, 4 സ്പീക്കർ ഓഡിയോ സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, 4 എയർ ബാഗ്, ABS ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് തുടങ്ങിയ സവിശേഷതകൾ ഉൾപ്പെടുത്തിയാണ് വിൻഫാസ്റ്റ് ലിമോ ഗ്രീൻ എത്തുന്നത്. 60.13 kWh ബാറ്ററിയും മുൻ ആക്സിലിൽ ഘടിപ്പിച്ച 201 HP ഇലക്ട്രിക് മോട്ടോറും ഉപയോഗിക്കുന്ന ലിമോ ഗ്രീൻ 280 Nm ടോർക്ക് നൽകും. ഒരൊറ്റ ചാർജിൽ ഏകദേശം 450 km റേഞ്ച് നൽകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. വിൻഫാസ്റ്റ് പുറത്തിറക്കാൻ തയ്യാറെടുക്കുന്ന രണ്ടാമത്തെ വാഹനമായ VF3 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ അവതരിപ്പിച്ചിരുന്നു. ഒരു എൻട്രി ലെവൽ ഇലക്ട്രിക് വാഹനമായി എത്തുന്ന ഈ മോഡൽ MG കോമറ്റ് EV, ടാറ്റ ടിയാഗോ EV എന്നിവയോട് നേരിട്ട് മത്സരിക്കും. VF3 18.64 kWh ബാറ്ററിയും പിൻ ആക്സിലിൽ ഘടിപ്പിച്ച 41 PS മോട്ടോറുമുണ്ട്. 110 Nm ടോർക്ക് നൽകുന്ന ഈ വാഹനത്തിന് ഒരൊറ്റ ചാർജിൽ 250 km വരെ റേഞ്ച് ലഭിക്കുമെന്ന് കമ്പനി പറയുന്നു. 10 ഇഞ്ച് ടച്ച് സ്ക്രീൻ, ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ, മാനുവൽ AC, പവർ വിൻഡോകൾ, ABS വിത്ത് EBD, റിയർ പാർക്കിംഗ് സെൻസറുകൾ, റിവേഴ്സ് ക്യാമറ എന്നിവ പ്രധാന ഫീച്ചറുകളാണ്. ഇന്ത്യയിൽ സബ് 4 മീറ്റർ വിഭാഗത്തിലെത്തുന്ന വാഹനമായിരിക്കും VF3 ഇലക്ട്രിക് ക്രോസ് ഓവർ. ഈ മോഡൽ ഇതിനകം വിയറ്റ്നാം, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ വിൽപ്പനയ്ക്കുണ്ട്. 2 ബാറ്ററി ഓപ്ഷനുകളിലാണ് ഈ വാഹനം ലഭ്യമാകുന്നത്. 29.6 kWh ബാറ്ററിയും 95 bhp മോട്ടോറും, 37.23 kWh ബാറ്ററിയും 136 bhp മോട്ടോറും. ആദ്യ മോഡലിന് 260 km റേഞ്ചും രണ്ടാമത്തേതിന് 326 km റേഞ്ചും ലഭിക്കും. 8 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സംവിധാനം, 7 ഇഞ്ച് ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, കീലെസ് എൻട്രി, ലെതറെഡ് സീറ്റുകൾ, PM 2.5 എയർ ഫിൽട്രേഷൻ സിസ്റ്റം, ഓട്ടോ AC എന്നിവയുമായി സജ്ജീകരിച്ചിരിക്കുന്നു. ഇന്ത്യൻ EV വിപണിയിൽ വേഗത്തിൽ വളരാൻ വിൻഫാസ്റ്റ് ശക്തമായ നീക്കങ്ങൾ നടത്തുകയാണ്. വിവിധ വിഭാഗങ്ങളിൽ പുതിയ മോഡലുകൾ അവതരിപ്പിക്കുന്നതിലൂടെ കമ്പനി കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വാഹനങ്ങൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന മേഖലയിൽ കൂടുതൽ കടുത്ത മത്സരങ്ങൾ പ്രതീക്ഷിക്കാം.